നമസ്കാരം. പതിരും കതിരും. കമ്മ്യൂണിസ്റ്റ് നേതാവായി ടി.വി. തോമസ്, കെ.ആർ. ഗൗരിയമ്മയെ കെട്ടിയ കാലം. മള്ളൂർ ഗോവിന്ദപിള്ളയുടെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങ് നടന്നത്. ഈ വിവാഹം സാമൂഹിക പുരോഗതിക്കും നാടിൻ്റെ പുരോഗതിക്കും പ്രചോദനം നൽകുമെന്നാണ് അദ്ദേഹം ആശംസ അറിയിച്ചത്. റവന്യൂ മന്ത്രി തൊഴിൽ മന്ത്രിയെ വിവാഹം ചെയ്താൽ എങ്ങനെ സാമൂഹിക പുരോഗതി ഉണ്ടാകുമെന്ന സംശയം ചിലരൊക്കെ അന്ന് പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് എടുത്തുകൊടുത്ത ചുവന്ന ഹാരം അവർ പരസ്പരം അണിയിക്കുകയായിരുന്നു. അങ്ങനെ ആ കമ്മ്യൂണിസ്റ്റ് പരിണയം സമംഗളം നടന്നു. അങ്ങനെ സിമ്പിളായ കമ്മ്യൂണിസ്റ്റ് പരിണയങ്ങൾ കാണാൻ പുതിയ തലമുറയ്ക്ക് അധികം അവസരങ്ങൾ കിട്ടിയിട്ടില്ല. ഗൗരിയമ്മയും ടി.വി. തോമസും തമ്മിൽ വിവാഹിതരായത് രജിസ്ട്രാർ ഓഫീസിൽ ആയിരുന്നില്ല, പാർട്ടി ഓഫീസിൽ വെച്ചായിരുന്നു. പുതുതലമുറയെ ഹരം കൊള്ളിക്കുന്ന ഒരു മാർക്സിയൻ വെഡ്ഡിങ് നടക്കാൻ പോവുകയാണ് തിങ്കളാഴ്ച. കെ. വിദ്യ എന്ന മുൻ SFI നേതാവിനെ ആർഷോ എന്ന യുവ വിപ്ലവകാരി വിവാഹം കഴിക്കുകയാണ്. ഈ വിവാഹം സാമൂഹിക പുരോഗതിക്കും നാടിൻ്റെ പുരോഗതിക്കും വിപ്ലവകരമായ ചലനങ്ങൾ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കിനി കാണാം. തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം. ഒരു ജ്യോത്സ്യനും ഗണിച്ചു നോക്കാതെ തന്നെ പൊരുത്തങ്ങളെല്ലാം ഉത്തമമാണെന്ന് ഈ വധൂവരന്മാരെ അറിയാവുന്ന നമുക്കെല്ലാവർക്കും അറിയാം. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് മനോരമ ഓൺലൈനിൽ കൊടുത്ത വാർത്തയാണ് ശ്രദ്ധേയം. അധ്യാപക ജോലിക്ക് വ്യാജരേഖ ചമച്ച കേസിലെ പ്രതിയാണത്രേ വധു. വധൂവരന്മാർക്ക് മനോരമ ആശംസ അർപ്പിച്ചില്ലെങ്കിലും ഇതുപോലെയുള്ള സമ്മാനങ്ങൾ വാരിക്കോരി കൊടുക്കാതിരിക്കണം. വിവാഹപ്രായമായി എന്നറിഞ്ഞപ്പോൾ തന്നെ കോളേജ് പഠനം അവസാനിപ്പിച്ച SFI നേതാവാണ് ആർഷോ എന്നോർക്കണം. കേരളീയ സാമൂഹിക ജീവിതത്തിൽ SFI എന്ന പ്രസ്ഥാനത്തെ ഇത്രമേൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു നേതാവില്ല. തെറിയും ഗുണ്ടായിസവും വ്യാജരേഖയുണ്ടാക്കലും പോലീസിനെ തന്തയ്ക്ക് വിളിക്കലും അധ്യാപകരുടെ കസേര കത്തിക്കലും ഗവർണറുടെ തന്തയ്ക്ക് വിളിക്കലുമൊക്കെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ വിപ്ലവമെന്ന് കാണിച്ചു തന്ന മഹാനാണ് ഈ ആർഷോ. ആ പാത പിന്തുടർന്ന് വന്ന ശിവപ്രസാദ് എന്ന പുതിയ SFI നേതാവും ആ കർമ്മങ്ങളെല്ലാം ഗുരുവിൻ്റെ അനുഗ്രഹപ്രകാരം ചെയ്തു വരികയാണ്. SFIക്കാർ കഴിഞ്ഞ ദിവസം നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് ആർഷോ പറഞ്ഞത്, ഞങ്ങൾക്ക് വേണ്ടത് വെള്ളം ചീറ്റലല്ല, തീ തുപ്പുന്ന പാറ്റൻ ടാങ്കുകൾ കൊണ്ടുവരൂ എന്നാണ്. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി 2 കോളേജുകളിലെ പ്രിൻസിപ്പാൾമാരെ കബളിപ്പിച്ച ധീര വനിതയാണ് വധു കെ. വിദ്യ എന്ന് എല്ലാവർക്കും അറിയാം. തൻ്റെ ഭാവി വരൻ ഒരു വിപ്ലവകാരിയാണെന്നും ഏത് നിമിഷവും അദ്ദേഹം പാറ്റൻ ടാങ്കുകൾക്ക് മുമ്പിലായിരിക്കുമെന്നും അങ്ങനെ വരുമ്പോൾ കുടുംബം നോക്കേണ്ട കർത്തവ്യം തനിക്കാണെന്നുമുള്ള ചിന്തയോടെയാണ് വിദ്യ വ്യാജരേഖ ചമച്ച് ജോലി തരപ്പെടുത്താൻ ശ്രമിച്ചത്. അതിൽ യാതൊരു തെറ്റുമില്ല. സംഗതി പിടിക്കപ്പെട്ടപ്പോൾ ഒളിച്ചോടിയ വിദ്യയെ ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് നേതാക്കളും SFIക്കാരും ആർഷോയും DYFIക്കാരും അവർക്ക് ഒളിയിടങ്ങൾ ഒരുക്കി കൊടുത്തു. ആർഷോയുടെ കാമുകിയാണ് വിദ്യ എന്ന തരത്തിൽ അന്ന് തന്നെ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. വിദ്യ വ്യാജരേഖ ചമച്ച് ഒളിവിൽ പോയ വാർത്ത അറിഞ്ഞപ്പോൾ PK ശ്രീമതി ഫേസ്ബുക്കിൽ എഴുതിയത് എങ്കിലും എൻ്റെ വിദ്യയെ എന്ന ഒറ്റ വരിയായിരുന്നു. ഒരു യുവ വിപ്ലവകാരിയായ വനിതയ്ക്ക് നേരെ ശ്രീമതി ആദ്യമായി തൊടുത്ത പരിഹാസ ശരമായിരുന്നു അത്. എന്നാൽ പെട്രോൾ പമ്പ് ദിവ്യ നവീൻ ബാബുവിൻ്റെ കേസിൽ അറസ്റ്റിലായപ്പോൾ ഈ ശ്രീമതി പ്രാർത്ഥനകളും വഴിപാടുകളുമായി ജാമ്യം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. നാട്ടുകാരെയും രാഷ്ട്രീയ ശത്രുക്കളെയും ഭീഷണിപ്പെടുത്തുകയും വഴിയിൽ കിടന്ന് തൊഴി വാങ്ങുകയും ചെയ്യുന്ന ആർഷോ എന്ന ധീരന് വിദ്യ വധുവായി വരുമ്പോൾ വിപ്ലവത്തിൻ്റെ ഒരു പുതുയുഗമാണ് പിറക്കാൻ പോകുന്നത്. ഇങ്ങനെ 10 പൊരുത്തങ്ങളും ചേരുന്ന ഒരു ജാതകം ഒരു ജ്യോത്സ്യനും കണ്ടിട്ടുണ്ടാകില്ല. വിപ്ലവകരമായ വിവാഹങ്ങൾക്ക് എപ്പോഴും കാർമ്മികത്വം വഹിക്കുന്ന ഗോവിന്ദനും ശിവൻകുട്ടിയും റഹീമും തൃക്കരിപ്പൂർ രജിസ്ട്രാർ ഓഫീസിൽ വധുവരന്മാരെ അനുഗ്രഹിക്കാനെത്തുമോ എന്തോ. അവർ ഇരുവരും ചുവന്ന ഹാരമിട്ട് പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും. 3ാം വട്ടവും പിണറായി വിജയൻ മന്ത്രിയാകുമെന്ന് കരുതിയാണ് അവർ ഇത്രയും നാൾ കാത്തിരുന്നത്. പക്ഷേ പിണറായി വിജയൻ അധികാരമില്ലാതെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന കാലത്താണ് ഈ വിവാഹം നടക്കുന്നത്. ഇനി പാർട്ടിയെ ജയിപ്പിച്ചെടുക്കുക എന്ന ധീരമായ ദൗത്യമാണ് ആർഷോയ്ക്കും SFIക്കാർക്കും മുൻപിലുള്ളത്. ഇപ്പോൾ തന്നെ ആർഷോയുടെ പേരിൽ നിരവധി കേസുകൾ പെൻഡിങ്ങിലാണ്. ഇനി എത്രയോ അടി വാങ്ങി പുറം പൊളിയാനിരിക്കുന്നു. കേസിൽ പ്രതിയാകാൻ കിടക്കുന്നു. പാറ്റൻ ടാങ്കുകൾക്ക് മുമ്പിലും ടിയർ ഗ്യാസ് ഷെല്ലുകൾക്ക് മുമ്പിലും തോക്കിനും ലാത്തിക്കും മുമ്പിലും ആ ജീവിതം കിടന്ന് നരകിക്കും. ഭർത്താവിനെ പോർമുഖത്തേക്ക് ലാൽസലാം പറഞ്ഞ് യാത്രയാക്കുക എന്നതാണ് ഓരോ കമ്മ്യൂണിസ്റ്റ് ഭാര്യയുടെയും കർത്തവ്യം. ഭാര്യയ്ക്കൊരു ജോലി, ഭർത്താവ് സമരമുഖത്ത് എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നടപ്പ് രീതി. അതുപോലെ എന്തെങ്കിലും തൊഴിൽ വിദ്യയ്ക്ക് പാർട്ടി കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തുകൊണ്ടാണ് ഈ പുതിയ കാലത്തെ SFIക്കാരും DYFIക്കാരുമൊക്കെ സമൂഹത്തിന് മുമ്പിൽ പരിഹാസ്യരായി മാറുന്നത്?
SFIയിൽ അംഗത്വമെടുത്ത പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷവും പിണറായി വിജയൻ്റെ ഭരണകാലമായിരുന്നു. പ്രതിപക്ഷത്തിരുന്ന് പോലീസിൻ്റെ തല്ലുവാങ്ങുന്ന പരിപാടി അവരിതുവരെ അനുഭവിച്ചിട്ടില്ല. പോലീസിനെ ഭീഷണിപ്പെടുത്താമെന്നും തെറിവിളിക്കാമെന്നും കല്ലെറിയാമെന്നും നേതാക്കന്മാരിൽ നിന്നും അവർ പഠിച്ചു കഴിഞ്ഞു. ഇനി LP സ്കൂളിലും അംഗൻവാടികളിലും മാത്രമേ SFIയുടെ യൂണിറ്റുകൾ ഉണ്ടാകാനുള്ളൂ. SFI എന്ന് കേൾക്കുമ്പോൾ തങ്ങളുടെ ഊഞ്ഞാൽക്കാലം ഓർമ്മ വരുന്ന കുറേ മുതുക്കൻ നേതാക്കന്മാരുണ്ട് ഈ പാർട്ടിയിൽ. അവർ വീട്ടിലിരുന്ന് പാർട്ടി ഓഫീസിലിരുന്ന് പിള്ളേരെ മൂപ്പിച്ചങ്ങോട്ട് വിടും, പഴയ വിപ്ലവ വീര്യം വീണ്ടെടുക്കാൻ. പക്ഷേ അവൻ്റെയൊക്കെ മക്കളും കൊച്ചുമക്കളുമൊക്കെ കൊള്ളാവുന്ന സ്കൂളുകളിൽ പഠിക്കുകയാണ്, അവിടെ സമരമില്ല. എന്തായാലും ആർഷോയും വിദ്യയും തമ്മിൽ വിവാഹിതരാകുന്നു എന്ന വാർത്ത ശരിക്കും ആസ്വദിക്കുകയാണ് നവമാധ്യമങ്ങളിലെ കമൻ്റ് അടിക്കാർ. ആശംസകൾ കൊണ്ട് മൂടേണ്ട ഈ വധൂവരന്മാരെ പരിഹാസം കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ് അവർ. അതൊന്നും ശരിയല്ല. ഈ വിവാഹത്തോടെ പക്വതയും സാമൂഹ്യ ബോധവുമുള്ള ദമ്പതികളായി അവർ മാറുകയാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. വിവാഹം മനുഷ്യനെ സംസ്കരിച്ചെടുക്കാനുള്ള ഒരു ഉപകരണമാണെന്നാണല്ലോ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത്.